ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. ഈ ആഴ്ചയിലെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. രാജുവും ബാലുവും ശംഭുവും വളരെ അടുത്ത സുഹൃത്തുക്കളും ആത്മാർത്ഥ സുഹൃത്തുക്കളുമാണ്. അവരുടെ സുഹൃത്ത് ബന്ധം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ജാക്ക് ഓഫ് ആൾ ട്രേഡ് എന്ന് തന്നെ പറയാം. പക്ഷേ പഠനകാര്യങ്ങളിൽ അവർ ഒരിക്കലും പിന്നിലോട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവർ 3 പേരും സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് സെലക്ട് ചെയ്തത്. എന്നാൽ അവർ മറ്റു കുട്ടികളോട് ചേർന്ന കോളേജിന് പുറത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നു. പഠനം, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് എന്തൊക്കെയായിരുന്നാലും അവർ ദിവസവും കുറച്ച് സമയമെങ്കിലും എന്തെങ്കിലും ഗെയിമിന് ചിലവഴിക്കുമായിരുന്നു, എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുമായിരുന്നു. 3 പേർക്കും വളരെ ഇഷ്ടമുള്ള ഇൻഡോർ ഗെയിമാണ് ചീട്ടുകളി. അത് വല്ലപ്പോഴുമൊക്കെ പൈസയുമൊക്കെ വെച്ച് കളിക്കും. സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും അവർ കളിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പരീക്ഷ വന്നു. പരീക്ഷയുടെ തലേ ദിവസം അല്പസമയം ചീട്ട് കളിച്ചിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാം എന്നെല്ലാം കരുതി 3 പേരും മറ്റ് ചില കുട്ടികളുമായിരുന്ന് ചീട്ട് കളിക്കാൻ തുടങ്ങി. കളിയിലുള്ള താല്പര്യമോ കളിയിൽ വന്ന നഷ്ടങ്ങളോ അല്ലെങ്കിൽ വാശിയോ ഒക്കെയാകാം, സമയം പോയതറിഞ്ഞില്ല. കളി തീർന്നപ്പോൾ നല്ലോണം രാത്രിയായി. പുസ്തകം തുറന്ന് നോക്കിയിട്ടില്ല. നാളത്തെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? 3 പേരും കൂടി ആലോചനയിലായി. അവർ ഒരു തീരുമാനമെടുത്തു. പിറ്റേ ദിവസം രാവിലെ അവർ പരീക്ഷയുടെ സമയമായപ്പോൾ നേരെ കരിയും ഓയിലുമൊക്കെ പുരണ്ട ഡ്രസ്സുകളും ഇട്ടുകൊണ്ടാണ് 3 പേരും നേരെ കോളേജിലെത്തിയത്. അവർ പരീക്ഷയ്ക്കെത്തി ഡീനിനെ കാണുവാൻ ആവശ്യപ്പെട്ടു. അവർ നേരെ ഡീനിൻ്റെ അടുത്ത് ചെന്നു. കരഞ്ഞ് കാല് പിടിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ, ഒരബദ്ധം പറ്റി. ഇന്നലെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലൊരു പ്രശ്നമായിരുന്നു. നമ്മൾ 3 പേരും അടിയന്തരമായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമൊക്കെ ഉണ്ടാക്കി. പക്ഷേ മടങ്ങി വരുമ്പോൾ ഗ്രാമീണ റോഡുകളാണ് സാർ, അതെല്ലാം മോശമായി കിടക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ നമ്മളുടെ കാറിൻ്റെ 2 വീല് പഞ്ചറായി. പിന്നെ എന്ത് ചെയ്യാനായി പറ്റും? ഞങ്ങൾ ഉരുട്ടി ഒരുവിധം അത് ഇവിടെ എത്തിച്ചു. അത് കാരണം നല്ല ക്ഷീണമായിരുന്നു. റൂമിൽ വന്ന് കയറിയതേ അറിയാവൂ. കിടക്കയിൽ കിടന്നു. അപ്പോഴാണ് ഉണരുന്നത്. പുസ്തകം കൈകൊണ്ട് തൊടുവാൻ നമുക്ക് സാധിച്ചില്ല. ഞങ്ങൾക്ക് പരീക്ഷ മറ്റൊരു ദിവസം നടത്തണം എന്നായി. വളരെ വിഷമത്തോടും സങ്കടത്തോടും കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഡീന് പതുക്കെ കലണ്ടറിലോട്ട് നോക്കി. ഡീൻ പറഞ്ഞു, ശരി, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജൂനിയേഴ്സിൻ്റെ എക്സാമുണ്ട്. അവരോടൊപ്പം നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ പരീക്ഷ നടത്താം എന്ന് പറഞ്ഞു. അവർ ഡീനിന് വളരെ സന്തോഷവും സ്നേഹവും ആദരവുമെല്ലാം പ്രകടിപ്പിച്ച് പുറത്തേക്കിറങ്ങി. ഡീനിനെ കബളിപ്പിച്ചു എന്നുള്ള ഒരു ഗൂഢമായ സന്തോഷത്തോടും ചിരിയോടും കൂടി അത് പുറത്ത് കാണിക്കാതെ അവർ മടങ്ങിപ്പോയി. 2 ദിവസം പക്ഷേ അവർ നല്ലവണ്ണം പഠിച്ചു, റിവൈസ് ചെയ്തു. 3-ാം ദിവസം വീണ്ടും പരീക്ഷയ്ക്ക് മുമ്പേ വന്ന ഡീനിനെ കാണാൻ വന്നു. ഡീൻ പറഞ്ഞു, നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ സ്പെഷ്യലായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ 3 പേരെയും ഒരു എക്സാമിനേഷൻ ഹാളിൽ ഇരുത്തുകയില്ല. 3 പേരെയും 3 ഹാളിൽ ഇരുത്തിയാണ് പരീക്ഷ നടത്താൻ പോകുന്നത്. നല്ലവണ്ണം റിവിഷനും പഠനമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് അതിൽ ഒരു വിഷമവും തോന്നിയില്ല. അവർ അതെല്ലാം സമ്മതിച്ചു. അപ്പോൾ ഡീൻ 3 അധ്യാപകരെ വിളിച്ചു. അവരിലെ സീൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ 3 പേരെയും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ബെല്ലടിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് 3 പേരെയും 3 ഹാളിലായിട്ട് അയച്ചു. അങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറായി ഇരിക്കുമ്പോൾ ബെല്ലടിക്കുകയും ഇൻവിജിലേറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ സീൽഡ് കവർ പൊട്ടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ രാജുവിനും ബാലുവിനും ശംഭുവിനും കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട അവരുടെ കണ്ണ് തള്ളിപ്പോയി. 100 മാർക്കിന്
പരീക്ഷയ്ക്ക് 50 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ കാറ് പഞ്ചറാവാനുള്ള സാഹചര്യം എന്താണ്? കാറിൻ്റെ ഏത് വീലുകളാണ് പഞ്ചറായത്? 50 വാക്കിൽ കവിയാതെ വിശദീകരിക്കാമോ? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ കാറ് തള്ളിക്കൊണ്ട് വരുമ്പോൾ സ്റ്റിയറിങ്ങിൽ ആരാണിരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണിരുന്നതെന്ന് ക്രമമായി വിശദീകരിക്കാമോ? ഈ 2 ക്വസ്റ്റ്യനും കണ്ട 3 ഹാളിലായി ഇരിക്കുന്ന ബാലുവിൻ്റെയും രാജുവിൻ്റെയും ശംഭുവിൻ്റെയും കിളി പോയെന്ന് തന്നെ പറയാം. ചെറുപ്പക്കാരും യുവാക്കളുമെല്ലാം പലപ്പോഴും പ്രായമായ ആൾക്കാരെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താറുണ്ട്. അവർ പറയുന്നതോ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ്, നമ്മുടെ പൂർവികർക്കോ പിതാമഹന്മാർക്കോ എന്നും പോലും നമ്മുടെ തലമുറയിലുള്ള പോലെ ബുദ്ധിയും ഇല്ല എന്നൊക്കെയാണ് അവർ കണ്ടെത്തുന്ന വാദങ്ങൾ. ആക്ച്വലി എല്ലാവരും അവരുടെ യൗവനകാലത്തും എല്ലാം അന്നത്തെ സാഹചര്യത്തിനും അന്നത്തെ സമയത്തിനുമൊക്കെ അനുസരിച്ച് അവരും ഇതുപോലുള്ള മിടുക്കരായിട്ട് തന്നെയാണ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് നമ്മോളം തന്നെ ബുദ്ധിയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുന്നില്ല. ഈ കഥയിലൂടെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വയസ്സായവർക്കെല്ലാം ഒരു ചെറുപ്പകാലമുണ്ടായിരുന്നു. അവരും നമ്മളെക്കാൾ വളരെ ഭംഗിയായിട്ടായിരിക്കും അവരുടെ ജീവിതങ്ങൾ ആസ്വദിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്തതും എന്നൊക്കെ ഉള്ളതൊക്കെ പലപ്പോഴും യുവാക്കൾ മറന്നുപോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കഥയുമായി നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാകേഷ് ചിങ്ങര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിമഹേ കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.